ഹലോ ഗായ്സ്, വെൽക്കം ടു വീക്ക് എക്സ്പ്ലനേഷൻ. ഫാമിലി ബൈ ചോയ്സ് എന്ന ഡ്രാമയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ 3ാമത്തെ എപ്പിസോഡിലേക്ക് ഏവർക്ക് സ്വാഗതം. ആക്ച്വലി ഈ ഡ്രാമ 16 എപ്പിസോഡാണ്. പക്ഷെ ഞാൻ പറഞ്ഞു വരുമ്പോഴത്തേക്ക് ഇതൊരു 20 എപ്പിസോഡിലാവാൻ ചാൻസ് ഉണ്ട്. ഞാൻ തുടങ്ങിയതല്ലേ ഉള്ളൂ, അതുകൊണ്ട് ആരും അത് വിഷയമാക്കണ്ട. വിഷയമാക്കിയിട്ടും കാര്യമില്ല. ഡ്രാമയിലേക്ക് വരാം. ഹേജുൻ അവൻ്റെ ആൻറ്റിയെ കണ്ട് യാത്ര അയക്കുന്നിടം വരെയാണ് നമ്മൾ കണ്ടത്. അതിനുശേഷം അവൻ തിരിച്ച് നടന്ന് റെസ്റ്റോറൻ്റ് അവിടെ കൂടെ പോകുമ്പോൾ അവൻ റെസ്റ്റോറൻറ്റ് കാണുമ്പോൾ ഓർക്കുന്നുണ്ട്, കൊച്ചിലെ അവൻ്റെ അമ്മ അവനെ ഇട്ടേച്ച് പോയി കഴിഞ്ഞ് പിന്നെ ഒരു ദിവസം അവൻ ജുവാൻ്റെ പപ്പയുടെ റെസ്റ്റോറൻറ്റ് ഇങ്ങനെ തൂത്തുകൊണ്ട് നിന്നപ്പോൾ അവിടെ വന്നവർ അവനെ കളിയാക്കുന്നുണ്ട്. നിന്നെയാണോ അവൻ എടുത്തത്, എന്നാൽ മര്യാദയ്ക്ക് തുടങ്ങിയില്ലേ, നിന്നെ പറഞ്ഞു വിടും എന്നൊക്കെ പറഞ്ഞ് പീഡിപ്പിക്കുമ്പോൾ ജുവാൻ്റെ പപ്പ പറയുന്നുണ്ട്, നീ ഇവിടെ ജോലിയൊന്നും ചെയ്യണ്ട, എനിക്ക് ജുവാനെ പോലെ ഉള്ളൂ നീ. പിന്നെ അവിടെ കഴിക്കാൻ വന്നവരോട് പുള്ളി പറയുന്നുണ്ട്, നിങ്ങൾ മര്യാദയ്ക്ക് ഇരുന്ന് കഴിച്ചിട്ടങ്ങ് പോയാൽ മതി എന്ന്. ഇതെല്ലാം ഓർത്ത് അവൻ ജുവാൻ്റെ പപ്പയെ തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ട് അവിടെ കഴിക്കാനായിട്ട് ഇരിക്കുക. സൻഹയുടെ പപ്പ അവിടെ നിന്ന് പറയുന്നുണ്ട്, ജുവാൻ്റെ പപ്പ എല്ലാവർക്കും വേണ്ടി സ്പെഷ്യൽ സാധനമാണ് ഉണ്ടാക്കിയേക്കുന്നതെന്ന്. പക്ഷേ ജുവാൻ ഭയങ്കര സങ്കടത്തിലാണ്. അവൾക്ക് വിശപ്പില്ലെന്നും പറഞ്ഞ് അവളങ്ങ് എണ്ണീറ്റ് പോകുന്നു. അത് കണ്ടുകൊണ്ട് അവൾ അപ്പം പറയുന്നുണ്ട്, അവന്മാരോട് വഴക്കുണ്ടാക്കിയെങ്കിൽ നീ തന്നെ ജയിക്കണം എന്ന് നീ എന്തിനാ എപ്പോഴും വാശി പിടിക്കുന്നേ അങ്ങനെ ചോദിച്ചു. പക്ഷേ ജുവാനത് മൈൻഡ് ആക്കാതെ അങ്ങ് എണീറ്റ് പോയി. ഹേജുനാണെങ്കിൽ പറയുന്നുണ്ട്, ഞാൻ വിളിച്ചോണ്ട് വരാമെന്നോ. അപ്പം ജുവാൻ്റെ പപ്പ പറയുന്നു, വേണ്ട, അവൾ നാളത്തേക്ക് അങ്ങ് ശരിയായിക്കോളും, ഇപ്പോൾ പോകണ്ടെന്ന് പറഞ്ഞ് നീ ഇരുന്ന് കഴിക്കാൻ പറഞ്ഞു. സൻഹെ പറഞ്ഞു, ഇപ്പം തന്നെ ശരിയാക്കാമെന്ന് പറഞ്ഞ് അവൻ അവളെ പോയി ആശ്വസിപ്പിക്കുന്നു. അവൻ അവളോട് ദേഷ്യപ്പെട്ടതിനൊക്കെ സോറിയൊക്കെ പറഞ്ഞ് അവളെ വിളിച്ചുകൊണ്ട് വന്നു. പക്ഷേ വിളിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞപ്പോൾ നമ്മുടെ ജുവാന് സൻഹയോട് ദേഷ്യം മാറി ഹേജുവിനോടായി ദേഷ്യം. സൻഹയെ അവളെ ആശ്വസിപ്പിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഹേജുവിൻ്റെ ഒരു കാര്യം കൂടെ പറഞ്ഞായിരുന്നു. ഇന്ന് സൻഹയോട് മിണ്ടിയെ വെച്ച് നേരത്തെ ഹേജുവിൻ്റെ ഗേൾ ഫ്രണ്ട് ആയിരുന്നു. അത് നമ്മുടെ ഹേജുൻ ജുവാനോട് പറഞ്ഞില്ല, അതുകൊണ്ട് അവനോട് കലിപ്പ്. എൻ്റെ വയലിൽ ഫുഡ് കഴിക്കാൻ വന്നിരുന്ന് കഴിഞ്ഞ് അവൾ ഫുഡ് എടുത്ത് കഴിച്ച് കഴിഞ്ഞപ്പോൾ എന്നെ ടേസ്റ്റാ എന്ന് പറഞ്ഞിരുന്ന് കഴിക്കുന്നു. അടുത്ത സീനിൽ 3 പേരും കൂടെ ഒരുമിച്ച് സ്കൂളിൽ പോകുന്നതാണ്. അടുത്ത ദിവസം ആദ്യം ജുവാനാണ് കയറി പോകുന്നത് അവരോട് പുറകെ വരാൻ പറഞ്ഞിട്ട്. പക്ഷേ അവൾ ഹേജുവിനോട് ഭയങ്കര കലിപ്പാണ്. അതുകൊണ്ട് ഹേജുൻ അവൾ പോയി കഴിഞ്ഞ് സൻഹയോട് ചോദിക്കുന്നുണ്ട്, എന്താടാ അവൾക്ക്, അവളെന്നെ എന്നോടൊരു കലിപ്പിക്കൽ. അപ്പോൾ ഹേജുൻ പറയുന്നുണ്ട്, ആർക്കറിയാം, വേണമെങ്കിൽ ഹേജുവിൻ്റെ കാര്യം വല്ലതും അറിഞ്ഞിട്ടായിരിക്കും. അവളുടെ കാര്യം എങ്ങനെ ഇവളറിഞ്ഞേ എന്നും പറഞ്ഞുകൊണ്ട് അവൻ ഞെട്ടി നിൽക്കുന്നു. ഈ ഹേജു എന്ന് പറയുന്നത് ഇന്നലെ നമ്മുടെ സൻഹയെ കണ്ട് സംസാരിച്ച കൊച്ചാ കേട്ടോ. പിന്നെ സൻഹയാണെങ്കിൽ ഹേജുവിന് വെറുപ്പിക്കാൻ വേണ്ടി പറയുന്നുണ്ട്, അല്ല ഈ പ്രേമിക്കുമ്പോൾ നമ്മുടെ ജുവാനോടും ഇതൊക്കെ പറയണ്ടേ, ഇല്ലെങ്കിൽ അവൾക്ക് ഇങ്ങനെ കലിപ്പ് വരും. എടാ പോടാ, നീ കാരണമല്ലേ അത് ബ്രേക്കപ്പ് ആയത്, ഇതിപ്പോൾ ഇങ്ങനെ അവൾ അറിഞ്ഞെന്നും പറഞ്ഞ് നമ്മുടെ ചെറുക്കൻ ഞെട്ടി നിൽക്കും. എന്തായാലും സൻഹ അത് മൈൻഡ് ചെയ്തങ്ങ് പോയി. അപ്പോഴാണ് പുറകെ നമ്മുടെ ഹീജുൻ വന്ന് അവനെ ഞോണ്ടുന്നത്. അവൻ എന്നതാണെന്ന് പറഞ്ഞ് തിരിഞ്ഞ് നോക്കുമ്പോൾ യവൾ അവനെ കണ്ടിട്ട് എനിക്ക് സംസാരിക്കണമെന്നും പറഞ്ഞ് മാറ്റി നിർത്തുന്നു. എന്നിട്ട് യവൾ അവനെ തന്നെ നോക്കിക്കുന്നതിന് വല്ലതും പറയാനാ വിളിച്ചെങ്കിൽ പറ എങ്ങോട്ടെന്നും പറഞ്ഞ് പറയുന്നു. അപ്പോൾ അവൾ നമ്മുടെ കാര്യം ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ആയതാ, നമുക്ക് പഴയ പോലെ ആയാലോ എന്നൊക്കെ രീതിയിൽ അവൾ സംസാരിക്കുന്നത്. അത് കേട്ട് ഹേജുൻ, മിസ്അണ്ടർസ്റ്റാൻഡിങ്ങോ, 3 മാസം മുമ്പ് സൻഹയോട് നിനക്ക് ഫീലിംഗ് ഉണ്ടെന്നും പറഞ്ഞ് നീ ഒരു ചെരുപ്പ് ഊരി കളയുന്ന പോലെ എന്നെ എടുത്ത് കളഞ്ഞത്, എന്നിട്ട് ഇപ്പോൾ അത് മിസ്അണ്ടർസ്റ്റാൻഡിങ് അല്ലേ, നീ പോയി നിൻ്റെ പണി നോക്കുന്നെന്നും പറഞ്ഞ് അവളുടെ അടുത്തുനിന്ന് അവൻ പോകുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ജുവാനെയും കൂട്ടുകാരിയാണ് കാണിക്കുന്നത്. ജുവാൻ കൂട്ടുകാരിയോട് ഇങ്ങനെ ചേട്ടന്മാർ രണ്ടിൻ്റെയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ ഹേജുവിന് റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്ന കാര്യം കേട്ടിട്ട് കൂട്ടുകാരി ഞെട്ടി. അപ്പോൾ അവൾ പറയുന്നുണ്ട്, അത് ബ്രേക്കപ്പായി. ബ്രേക്കപ്പായല്ലേ. സത്യം പറഞ്ഞാൽ ഈ കൂട്ടുകാരിക്ക് ഹേജുവിൻ്റെ മേലൊരു ക്രഷുണ്ട്. അങ്ങനെ അവർ ഇവരുടെ കാര്യം പറഞ്ഞുകൊണ്ടിരുന്ന് വെളിയിലോട്ട് നോക്കിയപ്പം ഈ ഹീജുവിന് താഴെ നിന്ന് ഇവളുമാരെ നോക്കി നമ്മുടെ ജുവാനെ അവളുടെ അടുത്തോട്ട് വിളിക്കുന്നു. അങ്ങനെ ജുവാൻ അവൾ വിളിച്ചുകൊണ്ട് അവളുടെ അടുത്തോട്ട് ഇറങ്ങിപ്പോന്നു. അടുത്ത സീനിൽ ജുവാൻ്റെ കൂട്ടുകാരി ആരെയോ തപ്പി എന്തോ പറയണം എന്നുള്ള രീതിയിൽ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലാണ് പുറകെ കൂടെ നമ്മുടെ ഹേജുനാണെങ്കിൽ വരുന്നത്. ഹേജുവിനെ കണ്ടുകൊണ്ട് അവളെ ഞെട്ടി. ഹേജുനാണെങ്കിൽ അവളെ കണ്ട്, നീ ജുവാൻ്റെ കൂട്ടുകാരിയല്ലേ, ഞാൻ ഇതുവരെ നിന്നോട് പരിചയപ്പെട്ടിട്ടില്ല, നിൻ്റെ പേരെന്താണെന്നും പറഞ്ഞുകൊണ്ട് അവളുടെ ടാഗയിലോട്ട് നോക്കുന്നു. അങ്ങനെ അവർ സംസാരിക്കുന്നു. അടുത്ത സീനിൽ ജുവാനാണെങ്കിൽ ഹീജുൻ്റെ കൂടെ സംസാരിക്കുന്നതാണ് കാണിക്കുന്നത്. ജുവാനാണെങ്കിൽ അവളെ കണ്ടിട്ട്, എന്നെ രസമാണ് കാണാൻ, നല്ല രസമുണ്ട് കാണാൻ എന്നൊക്കെ പറഞ്ഞ് അവളെ അങ്ങ് പൊക്കിയടിക്കുക. പക്ഷെ അവൾ എന്നെ അങ്ങോട്ട് പറയാൻ വരുന്നത് നമ്മൾ കേൾക്കുന്നില്ല. അവൾ എന്ത് പറയാൻ വന്നാലും ഇവളങ്ങ് പൊക്കിയടിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുക. അത് കഴിഞ്ഞാണ് അവൾക്ക് ദേഷ്യം വന്ന് എന്തൊക്കെയോ പറഞ്ഞ്
അവർ രണ്ടും കൂടെ അവസാനം അടിയാവും. അടി തുടങ്ങാനുള്ള കാര്യം തന്നെ ഈ ഹീജുവിന് അവൾക്ക് ദേഷ്യം വന്ന് ജുവാനോട് പറയുന്നുണ്ട്, ഞാനാണ് നിൻ്റെ ചേട്ടനെ എടുത്ത് കളഞ്ഞത് എന്നുള്ള രീതിയിൽ. അത് കേട്ടപ്പോൾ നമ്മുടെ കൊച്ചിന് ദേഷ്യം വന്നു, എൻ്റെ ചേട്ടൻ നീ എടുത്ത് കളയാറായോ എന്നുള്ള രീതി. പിന്നെ അവസാനം തർക്കമായി. ഹീജുൻ അവളോട് പറയുന്നുണ്ട്, നീ അവന്മാരുടെ സ്വന്തം അനീതിയൊന്നുമില്ലല്ലോ, നിങ്ങളുടെ ബ്ലഡ് ഗ്രൂപ്പ് എന്തായാലും വേറെയാണ്, സർനെയിമും വേറെയാണ്, പിന്നെ നീ അഹങ്കരിക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്നും പറഞ്ഞ് അങ്ങ് തുടങ്ങി. അവളുടെ ചില സഹിക്കാൻ വയ്യാതെ അങ്ങ് എണീറ്റ് പോയി. അത് കണ്ടുകൊണ്ട് അവൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞില്ലെന്ന് പറഞ്ഞപ്പോൾ ഒന്ന് പോടി എന്നുള്ള രീതിയിൽ അവളങ്ങ് പോയി. അങ്ങനെ പോകുന്ന വഴിക്ക് ഹീജുനാണെങ്കിൽ ജുവാനെ വിളിക്കുന്നുണ്ട്, ഡി എന്നും പറഞ്ഞുകൊണ്ട് അവിടെ നിൽക്കുന്നുള്ള രീതി. പക്ഷെ അവൾ കേൾക്കാതെ അങ്ങ് പോകുമ്പോൾ അങ്ങനെ പോകുന്ന വഴിക്ക് അവൾ തന്നെ അവളുടെ കാല് തട്ടി വീഴുന്നുണ്ട്. ജുവാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ ഇവള് താഴെ കിടക്കുന്നു. അവൾക്ക് കൈ കൊടുക്കാൻ പോയപ്പോൾ അവൾ ഉടനെ അത് മുതലാക്കി, ആ ഒരു അവസരം മുതലാക്കി അവൾ പറഞ്ഞു, നിനക്ക് ഇത്രയും ദേഷ്യം എന്നോടുണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. അത് കേട്ടോണ്ട് അവൾ അപ്പോഴത്തേക്ക് സ്കൂളിലെ ഒട്ടുമിക്ക പിള്ളേരും അവിടെ വട്ടം കൂടി. പിള്ളേർ നോക്കുമ്പോൾ ഇവള് താഴെ കിടക്കുന്നു. ഈ ഡയലോഗും കേട്ടപ്പോൾ അവർ ജുവാൻ തള്ളിയിട്ടതാ എന്ന് പറഞ്ഞുകൊണ്ട് അവളെ കുറ്റപ്പെടുത്താൻ തുടങ്ങി. അത് കേട്ടുകൊണ്ട് ജുവാൻ്റെ കൂട്ടുകാരി ആയിരുന്നു വന്നിട്ട് പിള്ളേരോട് പറയുന്നുണ്ട്, ഇല്ല അവൾ അങ്ങനെയൊന്നും ചെയ്യാറില്ല, അവൾ അത്ര മോശക്കാരിയല്ല എന്ന്. കുറേ കഴിഞ്ഞ് നമ്മുടെ ഹേജുൻ വരുന്നു. ആദ്യമാണ് ഹേജുൻ വന്നിട്ട് ഹീജുവിനോട് പറയുന്നുണ്ട്, എടി നിൻ്റെ നാടകം മതിയാക്കി എണ്ണിക്കിടിയെന്ന്. പക്ഷേ അപ്പുറത്ത് നിന്ന് വേറെ പിള്ളേർ പറഞ്ഞ് അവൾ നാടകമൊന്നും കളിക്കുകയല്ല, നിൻ്റെ അനിയത്തി ഇവളെ തെള്ളിയിട്ടതാന്നൊക്കെ പറഞ്ഞ് കുറേ അവളെ കുറ്റം പറയുന്നത് കേട്ടോണ്ട് ഹേജുൻ പറയുന്നുണ്ട് ജുവാനോട്, നീ അങ്ങ് സോറി പറയുന്നു. അത് കേട്ടപ്പോഴത്തേക്ക് ഞാൻ എന്തിനു സോറി പറയണമെന്ന് അവൾ ചോദിക്കുന്നുണ്ട്, നീ അങ്ങ് പറയാന്ന് പറയുന്നു. അപ്പോഴത്തേക്കും നമ്മുടെ സൻഹി അങ്ങ് വന്നു. എന്തിനാ അവൾ സോറി പറയണ്ടേ? എന്നിട്ട് അവളോട് ചോദിക്കുന്നുണ്ട്, നീയാണോ അവളെ തള്ളിയിട്ട്? ഇല്ല, ഞാനല്ല അവളെ വീഴ്ത്തിയെന്നോ തറപ്പിച്ച് പറയുന്നു. എന്നിട്ട് സൻഹയെ ചോദിക്കുന്നുണ്ട് ബാക്കിയുള്ള പിള്ളേരോട്, നിങ്ങൾ ആരെങ്കിലും ഇവൾ തള്ളിയിടുന്നതായിട്ട് കണ്ടോന്ന്? കണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ ഇവളെ കൊണ്ട് സോറി പറയിപ്പിക്കാമെന്ന് പറയുന്നു. അപ്പോൾ പിള്ളേരാരും കണ്ടിട്ടില്ല ആക്ച്വലി. പിന്നെ പിള്ളേരൊന്നും മിണ്ടിയില്ല. അവളെ വിളിച്ചുകൊണ്ടങ്ങ് പോയി. വിളിച്ചുകൊണ്ട് പോകുന്ന കൂട്ടത്തിൽ നമ്മുടെ ജുവാനാണെങ്കിൽ ഹേജുനോട് സോറി പറയാൻ പോലും നാണുണ്ടോടാന്നുള്ള രീതിയിൽ അവനെ അങ്ങോട്ട് തള്ളി മാറ്റുന്നു. അടുത്ത സീനിൽ രാത്രി അച്ഛന്മാർ രണ്ടും കൂടെ അവിടെ ഇരുന്ന് ഡ്രിങ്ക്സ് അടിക്കുന്നു. ഹേജുൻ അച്ഛന്മാർക്ക് രണ്ടുപേർക്കും ചിക്കനൊക്കെ വാങ്ങിച്ചു കൊടുത്തിട്ട് അവർക്കുള്ള ചിക്കനുമായിട്ട് മേളിലോട്ട് പോകുന്നു. ജുവാനെ ഒന്ന് ഓക്കെ ആക്കാൻ വേണ്ടിയാണ്. അവൻ കുറേ സാധനങ്ങളൊക്കെ അവൾക്ക് ഇഷ്ടമുള്ളത് വാങ്ങിച്ചൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ സൻഹി അപ്പുറത്ത് നിന്ന് പറയുന്നുണ്ട്, ഇതൊന്നും കൊടുത്താൽ ശരിയാവും തോന്നുന്നില്ല. അവൾക്ക് ഫേവറേറ്റ് ആയിട്ടുള്ളത് കേക്ക്സാണ്, ക്രീം കേക്ക്സ്. അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേക്ക്. അത് കൊടുത്തപ്പോൾ അവൾ ഓക്കെ. അടുത്ത എപ്പിസോഡ് സ്കൂളിലെ ജുവാനും കൂട്ടുകാരി എന്ന് സംസാരിക്കുന്നതാണ്. അവർ ചേട്ടന്മാരുടെ കാര്യങ്ങൾ ഓരോന്ന് പറഞ്ഞു കഴിഞ്ഞ് നമ്മളെ കാണിക്കുന്നത്. അടുത്ത സീനിൽ ഹേജുവിന് ഈയിടെ ഒരു ക്യാമറ കിട്ടിയില്ലായിരുന്നു. അവൻ്റെ ഫോട്ടോ എടുക്കാൻ വന്ന പുള്ളിയുടെ കയ്യിൽ നിന്ന് കളഞ്ഞ പോയ ക്യാമറ. അതിൻ്റെ കാര്യം ചോദിക്കാൻ വേണ്ടി അവിടുത്തെ തന്നെ പ്യൂണിൻ്റെ അടുത്തേക്ക് പോകുന്നു. അത് കഴിഞ്ഞുള്ള സീനിൽ അവൻ തിരിച്ച് സ്കൂളിൽ നിന്ന് നടന്നു വരുന്ന വഴിക്ക് അവൻ വേറൊരു ലേഡിയെ കണ്ടപ്പോൾ അവൻ്റെ അമ്മയായിട്ട് ബാക്കിൽ നിന്ന് നോക്കിയപ്പോൾ അവൻ തോന്നി. അതുകൊണ്ട് അവൻ ഓടി ചെല്ലുമ്പോൾ പക്ഷേ അത് വേറൊരു ലേഡിയായിരുന്നു, അവൻ്റെ അമ്മയല്ലായിരുന്നു. പിന്നെ അവൻ നോക്കുമ്പോൾ അവിടെ ജുവാൻ്റെ കൂട്ടുകാർ നിൽക്കുന്നുണ്ട്. പിന്നെ അവളുടെ അടുത്തോട്ട് പോയി അവളോട് സംസാരിക്കുന്നു. അങ്ങനെ അവൻ ഓരോന്ന് അവളോട് സംസാരിച്ച് ജുവാൻ്റെ കാര്യങ്ങളൊക്കെ സംസാരിച്ച് അവൻ്റെ കാര്യം സംസാരിച്ച് അങ്ങനെ അവൾക്ക് ഫുഡൊക്കെ വാങ്ങിച്ചു കൊടുക്കുന്നുണ്ട്. അവരവിടെ ഇരുന്ന് ഫുഡ് കഴിക്കുന്നു. ഇവിടെ വീട്ടിലാണെങ്കിൽ നമ്മുടെ ജുവാനും സൻഹിയും കൂടെ ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിക്കും. അടുത്ത സീനിലാണ് ഗൈസ് നമ്മുടെ പുതിയ അവതാരം വരുന്നത്. നമ്മുടെ ഹേജുൻ്റെ അച്ഛൻ്റെ പ്രവേശനം. സംഭവം അച്ഛൻ കളഞ്ഞിട്ട് പോയതാണ്. അപ്പോൾ പുള്ളി ഇവൻ വലുതായി കഴിഞ്ഞാൽ പിന്നെ ഇവനെ കാണാൻ വേണ്ടി അങ്ങോട്ട് വന്നിട്ട്, മോനെ ഞാൻ നിൻ്റെ അച്ഛനേടാ എന്നൊക്കെ പറയുന്നത്. അവൻ ഇങ്ങനെയാണ് എൻ്റെ അച്ഛൻ. ഇങ്ങനെ നോക്കി അവൻ ഞെട്ടി നിൽക്കുന്നത്. അവൻ ഇന്നേ വരെ കണ്ടിട്ടില്ല അവൻ്റെ അച്ഛനെ പറ്റി. അവന് ഒരു വിവരമില്ല. അവൻ്റെ അമ്മയെ തേടിയാണ് നടക്കുന്നത്. പുള്ളിക്കാണെങ്കിൽ നല്ല കാശും ഉണ്ട്. അപ്പോൾ അവൻ്റെ കൂട്ടുകാർ അവനും ഓർക്കുന്നുണ്ട്, ഇങ്ങനെയാണോ ശരിക്കും എൻ്റെ അച്ഛൻ എന്നുള്ള രീതിയിൽ. അപ്പം അതിന് വേണ്ടി പുള്ളി അവനോട് പറയുന്നുണ്ട്, എൻ്റെ കണ്ണുപോലെ തന്നെ നിൻ്റെ കണ്ണിരിക്കുന്ന അങ്ങനെ ഇങ്ങനെയാന്നൊക്കെ പറയുന്നു. പക്ഷേ അവൻ എന്തോ അച്ഛനോട് ചോദിക്കുന്നുണ്ട്. അതിന് പക്ഷേ പുള്ളി ഉത്തരം കൊടുക്കാതിരിക്കാൻ വേണ്ടി ഒരു ഫോൺ കോൾ വരുന്നുണ്ടെന്നുള്ള രീതിയിൽ അവൻ്റെ ഈ നമ്പറൊക്കെ കൊടുത്തിട്ട് പുള്ളി തിരിച്ചു പോകുന്നു. അടുത്ത സീനിൽ ജുവാൻ ക്ലാസ്സിൽ തലവെച്ച് കിടക്കുമ്പോൾ ഓരോ പെൺപിള്ളേർ വന്നിട്ട് ഇത് സൻഹയ്ക്ക് കൊടുക്കണം, ഹേജുവിന് കൊടുക്കണം എന്ന് പറഞ്ഞ് ഓരോ ലെറ്ററും കൊണ്ടാണ് വരുന്നത്. അവൾ പറയുന്നുണ്ട് ഇത് അവന്മാർ വായിക്കുമെന്ന് എനിക്ക് ഉറപ്പില്ല എന്നൊക്കെ. സാരമില്ലെന്ന്, എന്നാലും നീ ഇത് കൊടുക്കുമെന്ന് പറഞ്ഞ് പിള്ളേർ കൊടുക്കുന്നു. ഇപ്പോഴാണ് ജുവാൻ്റെ കൂട്ടുകാരിയാണ് ആ ക്ലാസ്സിലെ ലീഡർ. അപ്പോൾ അവൾ വന്നിട്ട് ആൻസർ പേപ്പർ എല്ലാം വന്നു എന്നും പറഞ്ഞ് അനൗൺസ് ചെയ്യുന്നു. അങ്ങനെ പിള്ളേരെല്ലാം പോയി എടുക്കുന്നു. ജുവാനാണ് ആദ്യം പോയി എടുത്ത് അത് മടക്കി ബാഗിനകത്ത് ഇടുന്നു. അങ്ങനെ ഡാലു വന്ന് അവളോട് ചോദിക്കുന്നുണ്ട്, എങ്ങനെയുണ്ടോ മാർക്ക്? അതിപ്പോൾ വലിയ കാര്യമുള്ള കാര്യമൊന്നുമില്ല എന്നും പറഞ്ഞ് അവളത് കളഞ്ഞതാണ്. അപ്പോഴാണ് അവിടെ കൊണ്ടുവച്ചേക്കുന്ന ലെറ്റേഴ്സ് എല്ലാം കൂടെ താഴെ വീഴുന്നത്.
അത് പറക്കി എടുത്തു കഴിഞ്ഞപ്പോൾ അവൾ കാണുന്നുണ്ട് അവളുടെ പേരിൽ ഒരു ലെറ്റർ അവൾക്ക് വേണ്ടി ആരോ എഴുതിയത്. അത് നോക്കുമ്പോൾ ഇതെൻ്റെ പേരാണല്ലോ, ആഹാ എനിക്ക് ഈ ലെറ്ററോ, അവൾക്ക് ഇന്നേ വരെ ലെറ്റർ കിട്ടിയിട്ടില്ല. അപ്പോൾ ഡാലി പറയുന്നുണ്ട്, ആടി നിനക്ക് വേണ്ടി ആരാണ്ട് എഴുതിയതാ, അവ നോക്കാമെന്നും പറഞ്ഞ് അങ്ങനെ അവരത് ഇരുന്ന് നോക്കുന്നു. അവർക്ക് വേണ്ടിയുള്ള ലെറ്റർ ആണെന്നവർക്ക് മനസ്സിലാകുന്നുണ്ട്. പക്ഷെ ആരാ എഴുതിയെന്നുള്ളതിൻ്റെ തെളിവൊന്നുമില്ല, എക്സ് എന്ന് മാത്രമേ ഇട്ടിട്ടുള്ളൂ. അതുകൊണ്ട് അവർക്ക് മനസ്സിലാവുന്നില്ല ഇത് ആരാ ഇതിപ്പോൾ എന്നുള്ള രീതിയിൽ അവർ രണ്ടും കൂടി ഇങ്ങനെ ഇരിക്കുക. പക്ഷെ ജുവാനാണെങ്കിൽ ഒരു ഫസ്റ്റ് ടൈമായിട്ടൊരു ലെറ്റർ കിട്ടിയതിൻ്റെ സന്തോഷമുണ്ട്. ജുവാൻ അങ്ങനെ ഇരിക്കുമ്പോൾ സന്ധ്യ ആ വഴി പോകുന്ന കണ്ടപ്പോൾ ഞാൻ എന്നാൽ പോവാമെന്നും പറഞ്ഞ് അവൾക്ക് ടാറ്റ കൊടുത്തിട്ട് അവളങ്ങ് പോകുന്നു. ജുവാനാണ് നടക്കുന്ന വഴിക്കെല്ലാം ഭയങ്കര സന്തോഷം. സന്ധ്യ കണ്ടിട്ട് ഇതൊക്കെ ഇത്രയും സന്തോഷം, നിനക്ക് നല്ല മൂഡിലാണല്ലോ ഇന്ന് എന്നൊക്കെ അവളോട് ചോദിക്കുന്നുണ്ട്. ഇന്ന് എനിക്ക് സന്തോഷമുള്ളൊരു കാര്യം കിട്ടി. അതുകൊണ്ട് സന്ധ്യ ഓർത്തു ആൻസർ പേപ്പർ കിട്ടിയതിൻ്റെ നല്ല മാർക്കും എല്ലാം കാണുമെന്ന് കരുതി അവളോട് ചോദിക്കുന്ന എന്നാൽ പിന്നെ ആൻസർ പേപ്പർ കാണിക്കും. അതല്ല പിന്നെന്തുവാ. നമ്മുടെ ഹേജുനെ നോക്കുമ്പോൾ അവനാണെ മൊത്തം കൺഫ്യൂഷനില്ല. ഈയിടെ ഒരാൾ വന്ന് അവൻ്റെ ഫോട്ടോ എടുക്കുന്നു, ഇന്നൊരുത്തം വന്ന് എൻ്റെ അവൻ്റെ അച്ഛനാന്ന് പറയുന്നു. ജുവാനുള്ള ആൻസർ പേപ്പർ അവനെ കാണിക്കുമ്പോൾ എന്നാ മാർക്കാടി ഇത്, എന്തോന്നാ നീ പിന്നെ പഠിക്കുന്നത് എന്നുള്ള രീതി അവളെ കുറേ വരക്കൊക്കെ പറയുന്നുണ്ട്. അവളേതാണ്ട് മൈൻഡ് ആക്കുന്നു, അവൾ ലെറ്റർ കിട്ടിയതിൻ്റെ സന്തോഷത്തിലല്ലേ. പിന്നെ ജുവാൻ വീട്ടിൽ വന്ന് അച്ഛനെ സഹായിക്കുന്നതാണ്. അങ്ങനെ സഹായിക്കുന്ന കൂട്ടത്തിൽ അവരോരോന്നൊക്കെ സംസാരിക്കുന്നുമുണ്ട്. എന്തോ ചെയ്യാനാണ്, നമ്മുടെ ഹേജുനാണ് ഭയങ്കര വിഷമത്തിലാണ്. അവനിത് ഇക്കാര്യം ഇന്ന് നടന്ന കാര്യങ്ങളൊക്കെ ജുവാൻ്റെ പപ്പയോട് പറയണമെന്നുണ്ട്. പക്ഷേ എങ്ങനെ പറയും, എന്താണെന്നും പറഞ്ഞുകൊണ്ട് പറയും എന്നൊന്നും അവൻ അറിയത്തില്ല. അവൻ അതിൻ്റെ എല്ലാ സങ്കടത്തിൽ നടന്നുകൊണ്ട് പിന്നെ തിരിച്ചവൻ വീട്ടിൽ വന്നപ്പം സന്ധ്യ അവൻ്റെ ഇരിപ്പ് കണ്ടപ്പോൾ അവൻ ടെറസിൻ്റെ മണ്ടയിൽ കയറി വന്നപ്പം അവനോട് ചോദിക്കുന്നുണ്ട്, പറ എന്താണ് വിഷയം. എന്ത് വിഷയം അല്ല, എന്തോ വിഷയമുണ്ട് പറ എന്നും പറഞ്ഞ് അവനോട് ചോദിക്കുന്നു. അങ്ങനെ അവൻ എല്ലാ കാര്യങ്ങളും അവനോട് പറയുന്നു. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. അടുത്ത എപ്പിസോഡിന് വേണ്ടി കാത്തിരിക്കുക. പിന്നെ എല്ലാവരും ഇങ്ങനെ പറയണം, ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഒരു ലൈക്കൊക്കെ ഇടുന്നത് നല്ലതാണ്. അപ്പോൾ എല്ലാവർക്കും ശുഭദിനം. ബൈ ബൈ.